ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ. സാബുമാൻ ജയിലിൽ വന്നുകൊണ്ട് നമ്മുടെ അക്ബറിൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തും പറയുന്നുണ്ട്, ഓ ആരും പോയില്ലേ, അവൻ നല്ല പ്രസൻ്റ് ആയിരുന്നു ഇവിടെ, എപ്പോഴും നല്ല പ്ലസൻറ്റ് മൈൻഡോടുകൂടി നടക്കുന്ന ഒരു പയ്യനായിരുന്നു എന്നൊക്കെ പറയാം. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അവനാണ് എന്നോട് ഏറ്റവും അധികം സംസാരിച്ചിരുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നുണ്ട് അക്ബർ. അപ്പോൾ നൂറയുടെ അടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരും ജയിലിൽ പൂട്ടിയിടാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിക്കോളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നൂറ് പറയുന്നത് എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആവാനൊന്നും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ജയിലിലൊക്കെ അടച്ച് കഴിഞ്ഞതിന് ശേഷം അനീഷ് വന്ന് പറയുന്നത് കുഴപ്പമില്ല കേട്ടോ, അതൊരു ദിവസമല്ലേ, അത് കടന്നു പോയിക്കോളൂ കേട്ടോ എന്ന് അനീഷ് പറയുന്നുണ്ട്. ആയിക്കോട്ടെ അനീഷേട്ടാ, അതൊന്നും സാരമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബു വന്നിട്ട് പറയുന്നുണ്ട്, ഷാനവാസ് പേഴ്സണലായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ചെയ്തതും അയാൾ ചെയ്തതുമായ കാര്യങ്ങൾ പേഴ്സണലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പകരം പോക്കാൻ വേണ്ടിയിട്ട് അയാളൊരു ഇത് നോക്കിയിരിക്കുക, ലൂപ്പ് ഹോൾ നോക്കിയിരിക്കുകയാണ്, നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അക്ബർ പറയുന്നത് അത് സാരമില്ല, എന്താ വെച്ചാൽ ചെയ്യട്ടെ, ഷാനവാസിനോട് ഞാൻ സോറി പറഞ്ഞില്ല, കാരണം ആ സമയത്ത് സോറി പറഞ്ഞ അയാൾ വിചാരിക്കും ഞാൻ ജയിൽ നോമിനേഷന് വേണ്ടിയിട്ട് സോറി ചെയ്യാതിരിക്കാൻ വേണ്ടി സോറി പറഞ്ഞതാണ്, അതുകൊണ്ട് ജയിലിൽ പോയി കിടന്നതിന് ശേഷം എന്ന് പറയാം എന്ന് വിചാരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരുടെയും ശത്രുവാണ് അല്ലേ ഞാൻ എന്ന് നമ്മുടെ അക്ബർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അക്ബർ ചെന്ന് ഷാനവാസ്ക സുഖല്ലേ, ഷാനവാസ്ക സോറി കേട്ടോ, എനിക്ക് അന്ന് പെട്ടെന്ന് ഒരു നിമിഷം നിങ്ങളത് ഡ്രാമയാണെന്ന് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു, കാരണം ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞ അതേ ടൈമിലാണല്ലോ നിങ്ങളങ്ങനെ പിടിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ ഷാനവാസ് അത് ആക്കി ചിരിയും ചിരിച്ചും വീക്ഷയൊക്കെ പിരിച്ച് കൈ വെറുതെ ഇങ്ങനെ കൊടുത്ത് ഉടായ്പ കാണിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസും ആതിരി നൂറും കൂടി സംസാരിക്കുകയാണ്, ശരിക്കും അന്ന് ഉണ്ടായത് എന്താണ്. അപ്പോൾ സാബുമാൻ അപ്പുറത്ത് ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയുന്നത് നിങ്ങളുടെ മേലൊരു ഫെദർ ടച്ച് പോലെയാണ് പാല് വന്ന് വീണ് പോയിട്ടുള്ളൂ, നിങ്ങൾക്ക് അസുഖം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ വന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് എന്തോ ഒരു വലിയ സാധനം എൻ്റെ മേഘത്ത് വന്ന് എൻ്റെ മേലിൽ വന്ന് എറിഞ്ഞ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പറഞ്ഞാൽ ആ പാൽ അങ്ങനെ തന്നെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടാവും, പാൽ ഒഴിച്ചോ പോരാഞ്ഞിട്ട് പാൽ അങ്ങനെ പാക്കറ്റ് എടുത്ത് ഒഴിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഷാനവാസ് പറയേണ്ടത് എന്നെ അവൻ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട് സത്യത്തിൽ, എനിക്കതൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് വേദന വന്നത്, അല്ലാതെ അറ്റാക്കിൻ്റെതല്ല എന്നുള്ളതാണ് ഷാനവാസ് പറഞ്ഞു നിർത്തുന്നത്. പക്ഷേ അതല്ല, ഷാനവാസിന് ശരിക്കും അങ്ങനൊരു ആ സിറ്റുവേഷനാകെ ക്രൂഷ്യലായപ്പോൾ ഷാനവാസിന് പെട്ടെന്ന് അറ്റാക്ക് പോലെ വന്നതാണ്, അല്ലാതെ ഒന്നെടുത്ത് എറിഞ്ഞിട്ടൊന്നുമല്ല, പാലെടുത്ത് അഭിഷേകം ചെയ്തു. അപ്പോൾ ഇവർ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള മൂമെൻ്റ് ആയിരുന്നല്ലോ. അപ്പോൾ ആ മൂമെൻറ്റ് ഷാനവാസിന് തരണം ചെയ്യാൻ പറ്റാതെയാണ് അത് ഉണ്ടായിരിക്കുന്നത്. ഷാനവാസ് പാക്കിയോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്, എന്താണ് ഉണ്ടാവുക നമുക്കറിയുകയില്ല. ഓക്കെ, താങ്ക് യു.